നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിന്റെ നോക്കൌട്ടിൽ റൗണ്ട് ഓഫ് 32 ബ്രസീലും ജപ്പാനും തമ്മിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:30 ഏറ്റുമുട്ടുകയാണ്. ജപ്പാന്റെ കോച്ച് ഹാജിമെ മൊറിയാസു വലിയ ശുഭ പ്രതീക്ഷയിലാണ്. അദ്ദേഹം പറയുന്നത്, ബ്രസീലിനെ ഞങ്ങൾ വെല്ലുവിളിക്കും, തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പ് വിജയിക്കാൻ ഞങ്ങളെ കൊണ്ടാവും. കണ്ടില്ലേ നിങ്ങൾ കഴിഞ്ഞ വർഷം നടന്ന ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മത്സരത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്? അത് ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ മത്സരം ഞങ്ങളെ കൊണ്ട് വിജയിക്കാനാവും എന്ന് ഹാജിമെ മൊറിയാസു കൃത്യമായിട്ട് പറയുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ടീം വലിയ ആത്മവിശ്വാസത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഓൾറെഡി ഞങ്ങൾ 3 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കളിച്ച് മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ വേൾഡ് കപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടീം ഇതുവരെ നല്ല രൂപത്തിലാണ് കളിച്ചിട്ടുള്ളത്. ആ മത്സരങ്ങളും ടഫായിട്ടുള്ള മത്സരങ്ങളായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടഫ് ഓപ്പണൻസ്, അപ്പോൾ ടഫ് ഓപ്പണൻ്റാണ് ഇവിടെ വരുന്നത്. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫുട്ബോൾ വിജയിക്കണമെങ്കിൽ ഞങ്ങൾ പുറത്തെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഗ്രോത്ത്, ഒരു ടീം എന്ന നിലയിലുള്ള ഗ്രോത്ത് ഞങ്ങൾക്ക് കളിക്കളത്തിൽ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രസീൽ 5 തവണ ചാമ്പ്യന്മാരായവരാണ്. പക്ഷേ ഞങ്ങൾക്ക് അവരെ ചാലഞ്ച് ചെയ്യണം, ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുന്നു എന്ന് തന്നെ കോച്ച് കൃത്യമായിട്ട് പറയുന്നു. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ച് പറയുകയാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രണ്ട്ലി മത്സരം നമ്മൾ കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അതിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ അവസാന മത്സരവുമായിരുന്നു. അവിടെ വിജയിച്ച് കയറിയത് ജപ്പാനാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ മത്സരത്തെക്കുറിച്ച്, ആ ഒരു ക്ലാഷിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് വേൾഡ് കപ്പിൽ ഞങ്ങൾ ഒരിക്കലും അവരോട് വിജയിച്ചിട്ടില്ല എന്നുള്ളത് സമ്മതിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ആ ഒരു വിക്ടറി, അത് സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ട് മാറുകയാണ്. ഈ ഒരു കളിയിൽ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുന്ന എനിക്കറിയാം. ബ്രസീലിയൻ ടീം അന്ന് കളിച്ച ടീമുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഡിഫറൻ്റ് ആണ്. എന്നാൽ ഞങ്ങളും വളരെ മോട്ടിവേറ്റഡ് ആണ്. ബ്രസീലിനെ പോലെ തന്നെ ഞങ്ങളും വളരെ മോട്ടിവേറ്റഡ് ആണ്. 2 ടീമിനും വിജയം ആവശ്യമാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു വളരെ ഇൻറ്റൻസ് ആയ മാച്ചായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വിജയിക്കാനുള്ള അവസരമുണ്ടെന്ന് ഞങ്ങൾ അത് കഴിഞ്ഞ ഫ്രണ്ട്ലി മത്സരത്തിൽ കണ്ടതാണ്. ഏതായാലും ഈ കളി കുറച്ചുകൂടി ടഫഡായിരിക്കും. വിജയം ഗ്യാരണ്ടീഡ് ആവണമെങ്കിൽ ഞങ്ങളുടെ ഫുൾ സ്ട്രെങ്ത്തിൽ കളിക്കേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു എന്ന് മൊറിയാസു വളരെ കൃത്യമായിട്ട് പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസമുണ്ട്. അദ്ദേഹം വീണ്ടും തൻ്റെ ടീമിൽ ഉള്ള ആ ഒരു വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രസ് കോൺഫറൻസിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, കളി രീതി, അത് മാറ്റാൻ പോകുന്നില്ല. കാരണം അത് ഞങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള അഭിമാനവും കോൺഫിഡൻസും ഒക്കെ നൽകുന്ന ഒന്നാണ്. ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ബാറ്റൺ ഞങ്ങൾ ഭാവിയിലുള്ളവർക്ക് കൈമാറുക തന്നെ ചെയ്യും. എന്തെങ്കിലും ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഡീമെറിറ്റ് ആയിട്ട് കാണേണ്ടതില്ല. ഞങ്ങൾ ഇവോൾവ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഫിഫ റാങ്കിങ് നോക്കുക, ബ്രസീൽ ടോപ്പിലുള്ള ടീമുകളിലൊന്നാണ്. ജപ്പാൻ അത്രയും ഉയരത്തിലല്ല. ആ ഒരു സെൻസിൽ നോക്കുമ്പോൾ ലെവൽ ഡിഫറൻ്റ് ആണ്. പക്ഷേ ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ നല്ല രൂപത്തിൽ ജസ്റ്റ് ഡൂയിങ് ഗുഡ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് ഈ വേൾഡ് കപ്പ് വിജയിക്കാനാവും, അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓഫ് കോഴ്സ് ഞങ്ങൾ ബ്രസീലിനെതിരെയാണ് കളിക്കുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവർ വേൾഡ് റാങ്കിങ്ങിൽ ഞങ്ങളെക്കാൾ മുന്നിലാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ അണ്ടർഡോഗ്സ് ആണ് എന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ ഓപ്പണൻസിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ, കഴിഞ്ഞ വർഷം സംഭവിച്ച പോലെ ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് കളിക്കാൻ ഇറങ്ങുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആളുകൾ ഞങ്ങളെ ഒരു ടീം എന്ന രൂപത്തിൽ, വിജയിക്കാൻ കെൽപ്പുള്ളൊരു ടീം എന്ന രൂപത്തിൽ കാണണം. അതിനുള്ള പെർഫോമൻസ് തന്നെയായിരിക്കും പുറത്തെടുക്കുക. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ളൊരു പോരാട്ടമായിരിക്കും എന്നെനിക്കറിയാം. ഏതായാലും മികച്ച രൂപത്തിലുള്ളൊരു പെർഫോമൻസ് ഞങ്ങൾക്ക് നടത്താൻ പറ്റും, വിജയിക്കാൻ പറ്റുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു എന്നാണ് ഹാജിമെ മൊറിയാസു പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജപ്പാൻ്റെ കോച്ച് വലിയ ആത്മവിശ്വാസത്തിലാണ്. അതിനൊരു അടിസ്ഥാനമായിട്ട് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നത് കഴിഞ്ഞ ഫ്രണ്ട്ലി മത്സരം, അത് ഒക്ടോബറിൽ നടന്നതാണ്, 2025 ഒക്ടോബറിൽ നടന്ന ഫ്രണ്ട്ലി മത്സരമാണ്. ആ കളിയിൽ ജപ്പാൻ ബ്രസീലിനെ തോൽപ്പിച്ചിട്ടുണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ബോധ്യവും ഉണ്ട് അന്നത്തെ ടീമല്ല ഇന്ന് ബ്രസീൽ എന്ന്. ഏതായാലും ഇന്നൊരു തീപ്പൊരി പോരാട്ടം നടക്കും. അന്ന് വിജയിച്ചത് കൊണ്ട് ഇത് ജപ്പാൻ ഈസിയാകുമെന്ന് കരുതേണ്ടതില്ല. ഏതായാലും വെല്ലുവിളിച്ചിരിക്കുകയല്ലേ,
കാണാം ആഞ്ചലോട്ടിയും സംഘവും എന്ത് ചെയ്യുമെന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്